16ാമത്തെ ദക്ഷപുത്രിയുടെ പേരാണ് സതി. സതീദേവിയെ പരമശിവൻ വിവാഹം ചെയ്തു. സന്താനഭാഗ്യമുണ്ടാവും മുൻപ് സതി ശരീരത്തെ ഉപേക്ഷിച്ചു. ചതുർത്ഥസ്കന്ധം 1-ാമത്തെ അധ്യായം അവിടെ പൂർത്തിയായി. ഭാഗവത കഥ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളാണ് ശ്രീ പരീക്ഷിത്. പെട്ടെന്ന് സംശയം ചോദിച്ചു, എന്തുകൊണ്ടാ അങ്ങനെ? മഹാദേവി സതീദേവിയായിട്ട് അവതരിച്ച പരമശിവന്റെ പത്നിയായിട്ടും സന്താനഭാഗ്യമുണ്ടാവും മുൻപേ ശരീരം ഉപേക്ഷിക്കാൻ കാരണമെന്താണ്? വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ ലോകത്ത്? ജാമാതു ശുശുരസ്യാഭിസുമഹാനദിചക്രമേ. കേട്ടിട്ടെനിക്ക് അത്ഭുതം തോന്നുന്നല്ലോ മഹർഷേ. ജാമാതാവും ശുശുരനും തമ്മിൽ വഴക്കുണ്ടാവുമോ? അമ്മായിയച്ഛനും മരുമകനും തമ്മിൽ വഴക്കുണ്ടായി എന്ന് കേട്ടിട്ട് എനിക്ക് അത്ഭുതമാണല്ലോ. ആ കഥയൊന്ന് പറയാവോ? നമുക്കാർക്കെങ്കിലും അങ്ങനെ കേട്ടാൽ അത്ഭുതമുണ്ടോ? ഈ കാലഘട്ടത്തിൽ പരീക്ഷിത്തിനെ പോലെ വിദുരനെ പോലെ ഞെട്ടുന്നുണ്ടോ ആരെങ്കിലും? അമ്മായിയച്ഛനും മരുമകനും വഴക്കുകൂടി ഞെട്ടലുണ്ടോ? അമ്മായിയമ്മയും മരുമകളും വഴക്കുണ്ടാക്കി. ആർക്കെങ്കിലും ബോധക്ഷയം ഞെട്ടൽ വല്ലതുമുണ്ടോ? ഇല്ല. ഇവര് വളരെ സന്തോഷത്തോടെ ഒന്നിച്ചൊരു വീട്ടിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഞെട്ടണം. അതാണ് ഇന്നത്തെ കാലം. ഇത് പണ്ടുകാലമായതുകൊണ്ടാ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുവോ എന്നൊക്കെയാണ് വിദുരന്റെ ചോദ്യം. കഥ പറഞ്ഞു. ഭാഗവതത്തിലെ ദക്ഷയാഗം കഥ പൂർണ്ണമല്ല. സതീദേവിയെ പരമശിവൻ വിവാഹം ചെയ്തതിന് ശേഷമുള്ള കഥയെ ഭാഗവതം പറഞ്ഞുള്ളൂ. ശിവപുരാണം, സ്കന്ധപുരാണം, മറ്റ് പുരാണങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോഴാണ് ഈ കഥ കൂടുതൽ അറിയൽ. മഹാദേവിയാണ് ദക്ഷന് പുത്രിയായിട്ട് അവതരിച്ചത്. പേര് സതി. കുട്ടിക്കാലം മുതൽ സതീദേവിക്കൊരാഗ്രഹം, പരമശിവനെ ഭർത്താവായിട്ട് ലഭിക്കണം. അതിന് ശിവഭജനം നടത്തും, വ്രതങ്ങളെടുക്കും, തപസ് ചെയ്യും. ഇതെല്ലാം കണ്ട് ദക്ഷൻ എന്തു ചെയ്തെന്നോ? മഹാദേവനാളൊരു മോശക്കാരനാണെന്നൊരു തെറ്റിദ്ധാരണ ദക്ഷന്റെ മനസ്സിൽ ഉണ്ടായിപ്പോയി. മകളുടെ ശിവഭജനം മുടക്കാനാണ് ദക്ഷന്റെ പരിശ്രമം മുഴുവൻ. അതിന് കഴിയാതെ വന്നപ്പോഴോ സതീദേവി കേൾക്കെ മഹാദേവന്റെ കുറ്റങ്ങള്, കുറവുകളൊക്കെ പറയാൻ തുടങ്ങി. ഇതൊന്നും കേട്ടിട്ട് സതീദേവിക്ക് മനസ്സിന് മാറ്റമില്ല. ഒടുവിൽ ദക്ഷൻ സതിയുടെ സ്വയംവരം, വിവാഹം നിശ്ചയിച്ചു. സ്വയംവരമായി ഇഷ്ടപ്പെട്ട ആളിനെ പെൺകുട്ടി തെരഞ്ഞെടുക്കല. ആ വിവാഹത്തിലേക്ക് എല്ലാവരെയും ദക്ഷൻ വിളിക്കുന്നുണ്ട്. ആരെ മാത്രം വിളിച്ചില്ല? ആരെ മാത്രം? സാക്ഷാൽ മഹാദേവനെ മാത്രം വിവാഹത്തിലേക്ക് വിളിച്ചില്ല. വിവാഹ ദിവസമായി, മുഹൂർത്തമായി. സതീദേവി വരണമാല്യവും കൈകളിലെടുത്ത മണ്ഡപത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. മനസാ ഭർത്താവായി വരിച്ച മഹാദേവൻ ഇക്കൂട്ടത്തിൽ എവിടാണെന്ന് നോക്കി. ഒരിടത്തും മഹാദേവനെ കാണുന്നില്ല. സങ്കടമായി. മഹാദേവന്റെ തൃക്കഴുത്തിൽ അണിയിക്കാൻ കൊണ്ടുവന്ന വരണമാല്യം തിരിച്ചു കൊണ്ടുപോകുന്നത് പാപമല്ലേ? ഇവിടെ മാറാടിക്കാവിൽ അമ്മയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടുവന്നു, നമ്മൾ മറന്നു, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അതൊരു പാപമായിട്ട് നമ്മളിൽ നിൽക്കും. നാം മറ്റൊരാളുടെ കഴുത്തിൽ വരണമാല്യം അണിയിക്കുന്നതോ സതിയെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഒടുവിൽ മഹാദേവി തീരുമാനിച്ചു, കണ്ണുകളടച്ച് പഞ്ചാക്ഷരീ മന്ത്രം ഉറക്കെ ജപിക്കാം. നമഃശിവായ 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 നമഃശിവായ. കണ്ണുകൾ തുറന്നു. ആ കണ്ണു തുറന്നു നോക്കുന്നിടത്ത് തന്നെ പരമശിവന്റെ രൂപം കണ്ടു.
ഒരു ശില മഹാദേവനായി സങ്കൽപ്പിച്ച് വരണമാല്യം അങ്ങോട്ട് അണിയിച്ചു എന്നാ. സീരിയലായിട്ടൊക്കെ നമ്മൾ ഇത് നന്നായി കണ്ടിട്ടുള്ളതാ. ആ വരണമാല്യം താഴെ വീഴാൻ പരമശിവൻ അവസരം കൊടുത്തില്ല. വൃഷഭാരൂഢനായിട്ട് ഉയർന്നു വന്നു, തൻ്റെ തൃക്കഴുത്തിലേക്ക് വരണമാല്യം സ്വീകരിച്ചു. എല്ലാവരും കണ്ടു നിൽക്കെ സതീദേവിയെ കൈപിടിച്ച് തൻ്റെ കാളപ്പുറത്ത് കയറ്റി കൈലാസത്തിലേക്ക് ഒരൊറ്റ പോക്ക്. അന്നു മുതൽ ദക്ഷന് മഹാദേവനോടുള്ള പക, വിദ്വേഷം വർദ്ധിച്ചു. ഇതാണ് ദക്ഷന് മഹാദേവനോട് പകയുണ്ടാവാനുള്ള കാരണം. മകളുടെ വിവാഹത്തിൽ വിളിക്കാതെ വന്നു എന്നതൊരു തെറ്റ്. എന്നാ വന്നു, കല്യാണം കണ്ടു, സദ്യയുണ്ടോ, പോയി, അങ്ങനല്ലല്ലോ. മകളെ തട്ടിയെടുത്തു. ഒരു പറ്റിയ അവസരത്തിന് വേണ്ടി ദക്ഷൻ അങ്ങനെ കാത്തുകാത്തിരുന്നെന്നാ. ഇന്നലെയെ ഭാഗവതം പറയുന്നുണ്ട്, നമുക്കൊരാളോടൊരു പക, ഇഷ്ടക്കേടുണ്ടായാൽ അത് ആളിനെ വിളിച്ച് അപ്പോൾ തന്നെ പറഞ്ഞാൽ അത് തീരും. അത് ചെയ്യാതെ മനസ്സിലിത് കൊണ്ട് നടന്നാൽ വലിയ അപകടമാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. ഇന്നലെ ബ്രഹ്മാവിനെ പറ്റി മക്കളായ സനകാദികൾ പറഞ്ഞനുസരിക്കാതെ വന്നപ്പോൾ കോപം ഉള്ളിലൊതുക്കാൻ നോക്കി. ഭ്രൂമധ്യത്തിലൂടെ ആ കോപം പുറത്തേക്ക് വന്നു. ബ്രഹ്മാവിന് കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിയുമോ? ഇവിടെ ദക്ഷന് സംഭവിച്ചു അത്. ഒരു വലിയ യാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സദസ്സ്, ദേവന്മാരുണ്ട്, ഋഷീശ്വരന്മാരുണ്ട്, ബ്രാഹ്മണരുണ്ട്, ശിവഭൂതഗണങ്ങളുണ്ട്. ആ വേദിയിലേക്ക് പ്രജാപതിമാരുടെ അധ്യക്ഷൻ ദക്ഷൻ കയറി വന്നു. കുറച്ച് വൈകിയാണ് ദക്ഷൻ കയറി വന്നത്. ദക്ഷൻ വരുന്നത് കണ്ട് യാഗശാലയിലിരിക്കുന്ന പലരും എഴുന്നേറ്റ് വന്ദിച്ചു. വേദിയിൽ കയറിയ ദക്ഷൻ ആദ്യം നോക്കിയത് എന്താണെന്നോ? എന്നെ കണ്ട് എത്ര ആളുകൾ എഴുന്നേറ്റു, എത്ര ആളുകൾ എന്നെ വന്ദിച്ചു എന്നല്ല, ആരെങ്കിലും എന്നെ കണ്ട് എഴുന്നേൽക്കാത്തതായിട്ടുണ്ടോ? നോക്കുമ്പോൾ രണ്ടേ രണ്ടാളുകൾ മാത്രം ദക്ഷനെ കണ്ട് എഴുന്നേറ്റിട്ടില്ല. ഒന്ന് പിതാവായ ബ്രഹ്മദേവനാണ്, മറ്റൊരാൾ ഇളയ മകളെ തട്ടിയെടുത്ത പരമശിവനുമാണ്. ഇതാണ് പറ്റിയ അവസരം. ആ യാഗശാലയിൽ നിന്നുകൊണ്ട് ദക്ഷൻ ശിവനിന്ദ ഓരോന്നായി പറയാൻ തുടങ്ങി. ഇവൻ ശിവനാണോ? അശിവനല്ലേ ഇവൻ? കാണുന്നത് അമംഗളവല്ലേ? ചിതാഭസ്മം ധരിക്കുന്നവനല്ലേ? പ്രേതവും ഭൂതവും പിശാചുക്കളും ഒക്കെയല്ലേ ഇവൻ്റെ കൂട്ടുകാര്? നഗ്നനല്ലേ? ഉന്മത്തനല്ലേ? ശ്മശാനത്തിൽ വസിക്കുന്നവനല്ലേ? മഹാദേവനെക്കുറിച്ച് എന്തെല്ലാം മോശം പറയാവോ അതൊക്കെ ദക്ഷൻ അവിടെ പറഞ്ഞു. ഒരക്ഷരം പരമശിവൻ പ്രതികരിക്കുന്നില്ല. അതോടെ ദക്ഷന്റെ കോപം വർദ്ധിച്ചു. ദക്ഷൻ ശിവന് ശാപം കൊടുത്തു. മഹാദേവന് ദക്ഷന്റെ വക ഒരു ശാപം. സഹഭാഗം നലഭതാം ദേവേർദേവഗണാധമാ. ദേവന്മാരിൽ അധമൻ, മോശക്കാരനായ ശിവന് ഇനി ആരും യാഗഭാഗം കൊടുക്കരുത്. ഈ ശാപം കൂടി കേട്ടതോടെ പരമശിവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഒരു പുഞ്ചിരിയോടെ യാഗശാല വിട്ട് പുറത്തേക്ക് പോയി. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം കഥകൾ കേട്ടിട്ടില്ലേ? പഴയ മുത്തശ്ശിമാർ, അമ്മമാരൊക്കെ പറഞ്ഞ് മഹാദേവൻ എങ്ങനെയുള്ള ദേവനാണെന്നാ പഴയ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ദേവനാണെന്ന ക്ഷിപ്രഗോപിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ വിഷ്ണുവിൻ്റെ അടുത്ത് കളിക്കുന്നത് പോലെ ശിവന്റെ അടുത്ത് കളിക്കാൻ പോവരുത്, ക്ഷിപ്രഗോപിയാണ്. കോപം വന്നാൽ എന്ത് സംഭവിക്കും? തൃക്കണ്ണു തുറക്കും,
തീ മഴ പെയ്യും, സകലതും ചാമ്പലാവും. എന്നാ അതൊന്നും ഇവിടെ ഇല്ലെന്നാ. അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചതാ. ഈ സദസ്സിന്റെ മുന്നിൽ എല്ലാവരും കേൾക്കെ പരമശിവനെ അപമാനിച്ചിട്ടും പരമശിവൻ ഒരക്ഷരം പ്രതികരിച്ചില്ല, പുഞ്ചിരിയോടെ ഇറങ്ങിപ്പോയി. എന്നാൽ ശിവഭൂതഗണങ്ങളിൽ പ്രധാനി നന്ദികേശ്വരൻ ഇത് സഹിച്ചില്ല. ഇന്നും അതെ. നേതാവിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ആർക്കാ കൂടുതൽ ദേഷ്യം? കാണാറില്ലേ? മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ആ മുഖ്യമന്ത്രി വലിയ ഉദാരമനസ്കനാണ്, അപ്പോൾ ക്ഷമിച്ചു. പക്ഷെ അണികൾ സഹിക്കുവോ? ഇല്ല, അപ്പോൾ കൊടിയെടുക്കും, വടിയെടുക്കും, ഇറങ്ങും. ഇവിടെ ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശ്വരൻ. ആ നന്ദികേശ്വരന് സഹിച്ചില്ല, ദക്ഷന് ശാപം കൊടുത്തു. ഈ അഹങ്കാരം പറഞ്ഞ നിന്റെ തല തെറിക്കട്ടെ, ഭവത്വ അജമുഖം ശിര. എന്നിട്ടോ ആടിൻ്റെ തലയോട് കൂടിയവനായിട്ട് നീ ജീവിക്കാനിട വരട്ടെ. ദക്ഷന്റെ അനുയായികൾ വെറുതെ ഇരുന്നില്ല. അവര് ശിവഭൂതഗണങ്ങളെ ശപിച്ചു, തിരിച്ചങ്ങോട്ട് ശാപം. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു യാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട സദസ്സ് ശാപം കൊണ്ട് അലങ്കോലമായി പിരിഞ്ഞു. ഭൂമിയിൽ പിന്നെ യാഗങ്ങളില്ലാതായി. ജനങ്ങളൊക്കെ അറിഞ്ഞു ഇങ്ങനൊരു ശാപമുണ്ട്. യാഗം നടത്തുന്നു എങ്കിൽ മഹാദേവനെ വിളിക്കണം, ഇല്ലെങ്കിൽ ശിവൻ കോപിക്കും. ശിവനെ വിളിച്ചു എന്നറിഞ്ഞാൽ ദക്ഷൻ കോപിക്കും. അതുകൊണ്ട് യാഗം വേണ്ട. യാഗങ്ങളില്ലാത്തൊരു കാലം വന്നപ്പോൾ ദക്ഷൻ സ്വന്തം ഗൃഹത്തിൽ ആരംഭിച്ചു ഒരു യാഗം. ആ യാഗത്തിലേക്ക് എല്ലാവരെയും ദക്ഷൻ വിളിച്ചു. ഇളയ മകള് സതീദേവിയെയും സതിയുടെ ഭർത്താവ് പരമശിവനെയും മാത്രം യാഗത്തിലേക്ക് വിളിച്ചില്ല. യാഗത്തിന്റെ കാലം അടുത്തു. കൈലാസത്തിലിരുന്ന് സതീദേവി കണ്ടു, ഒന്നിനു പുറകെ ഒന്നായി വിമാനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ സഹോദരിമാരുണ്ട്, ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. എല്ലാവരും പറയുന്നത് ദക്ഷൻ നടത്തുന്ന യാഗത്തിന്റെ വിശേഷം. സതീദേവിക്ക് ഇതൊരു പുതിയ അറിവാണ്. മഹാദേവന്റെ സന്നിധിയിൽ ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങറിഞ്ഞില്ലേ, അച്ഛനൊരു യാഗം ആരംഭിച്ചിരിക്കുന്നു. ആ യാഗത്തിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ബൂടിയെ ചെല്ലേണ്ടതുള്ളൂ. എന്തുകൊണ്ടോ അച്ഛൻ നമ്മളെ യാഗത്തിലേക്ക് വിളിക്കാൻ മറന്നു. അതുകൊണ്ട് ഇനി വൈകരുത്, ആ യാഗശാലയിലേക്ക് പോവാം. സമാധിയിൽ നിന്നുണർന്ന് പരമശിവൻ സതീദേവിയെ തടഞ്ഞു. ഇപ്പോൾ ആ യാഗശാലയിലേക്കുള്ള പോക്ക് നന്നാവില്ല. ദക്ഷനെ പോലുള്ള ആളുകൾക്ക് വിദ്യാ വയോ വിത്തവപുർവയ കുലൈ സദാങ്കുനൈ, സമ്പത്ത് വർദ്ധിക്കുക, നല്ല അറിവ് കിട്ടുക, നല്ല സൗന്ദര്യം കിട്ടുക, നല്ല പദവി കിട്ടുക, ഇതൊക്കെ ദക്ഷനെ പോലുള്ള ആളുകളെ മത്തുപിടിപ്പിക്കും. സജ്ജനങ്ങൾക്കിതൊക്കെ അലങ്കാരമാണ്. ദക്ഷനെ പോലുള്ളവർക്ക് അഹങ്കാരത്തിന് കാരണമാവും. അതുകൊണ്ട് ഇപ്പോൾ യാഗശാലയിലേക്ക് പോവരുത്. അപമാനം ഉണ്ടാവും ദേവിക്ക്. അപമാനം മരണായ കൽപ്പതേ, ചിലപ്പോൾ മരണത്തിനു പോലും കാരണമാവും. അപമാനം ജീവിതത്തിൽ സഹിക്കാൻ എല്ലാവർക്കും ഒരുപോലെ പറ്റുമോ? അല്ലേ? നമ്മുടെ സമൂഹത്തിൽ എടുത്തു നോക്കൂ. ചില ആളുകളെ അപമാനിച്ചാൽ അവർക്ക് വാശിയ. എന്നെ അപമാനിച്ച അവഹേളിച്ച ആളുകളുടെ മുന്നിൽ ഞാൻ ജയിച്ച് കാണിക്കും, അല്ലെ? അവർ പരിശ്രമിക്കും. എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെയല്ല. ആ അപമാനം മരിച്ചാലിനി തെറ്റില്ല എന്ന് ചിന്തിക്കും. ഈ അടുത്തൊക്കെ നമ്മൾ പല സംഭവങ്ങളും കണ്ടില്ലേ, കേട്ടില്ലേ? സർക്കാരിൻ്റെ വലിയ ഉന്നതമായൊരു പദവിയിൽ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് സമ്മേളനം നടക്കുന്ന വേദി,
അവിടെ ഒരാള് ഇദ്ദേഹത്തെ വാക്കുകൊണ്ട് അപമാനിച്ചു. തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളാണ്, റെയിൽവേ സ്റ്റേഷൻ വരെ പോയ ആളാണ്. ഈ അപമാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മരണായ കൽപ്പതേ. നോക്കൂ, ചിലർക്ക് അപമാനം മതി, മരിച്ചാലും മതി എന്ന തോന്നലുണ്ടാവാൻ. വരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ മുൻകൂട്ടി അറിയുന്ന ത്രികാലജ്ഞാനിയാ പരമശിവൻ, ജഗദ്ഗുരു. നമ്മുടെ ഇന്നലകൾ മാത്രമല്ല, നമ്മുടെ ഇന്ന് മാത്രമല്ല, നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുകൂടി അറിയുന്ന പരമഗുരു. സമാധിയിലേക്കിരുന്നു. സതീദേവിക്ക് വിട്ടുകൊടുക്കാൻ ഭാവമില്ല. ന്യായങ്ങളും ധർമ്മവും ഒക്കെ പറഞ്ഞു. അച്ഛൻ നടത്തുന്ന യാഗമല്ലേ, അവിടെ പ്രത്യേകം വിളിച്ചെങ്കിലേ പോകാവൂ എന്നുണ്ടോ? അച്ഛന് ഈ യാഗം നടത്താൻ ആഗ്രഹമുണ്ടെന്നറിയുമ്പോൾ തന്നെ അവിടെ പോയി അതിന് പരിശ്രമിക്കേണ്ടതല്ലേ നമ്മുടെ ധർമ്മം. ഇനി അച്ഛന് നമ്മളോട് വിരോധമുണ്ടെന്ന് തന്നെ കരുതൂ. ഒരുമിച്ച് നമ്മൾ ആ യാഗശാലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛൻ നമ്മളെ സ്വീകരിക്കില്ലേ? എൻ്റെ അച്ഛനെ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കറിയാം? സതിയുടെ വാദം, ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ പരമശിവൻ പങ്കെടുക്കാതെ ഒരു യാഗം യാഗമാവുമോ? അങ്ങ് നിർബന്ധമായിട്ടും പോവേണ്ടതല്ലേ ആ യാഗത്തില്? പരമശിവൻ ഒന്നിനും മറുപടി കൊടുത്തില്ല. ഒടുവിൽ ശിവന്റെ മൗനം സമ്മതമായി കണക്കാക്കി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മഹാദേവന്റെ വാക്കിനെ അനാദരിച്ചുകൊണ്ട് സതീദേവി ദക്ഷയാഗവേദിയിലേക്ക് പുറപ്പെടുന്നു. നന്ദികേശ്വരനും ശിവഭൂതഗണങ്ങളും ഒക്കെ പിന്നാലെ. മൃദംഗശങ്കാനഗദുന്ദുഭിസ്തദാ. വാദ്യമേളങ്ങളൊക്കെയായി കൊമ്പും കുഴലും ഒക്കെ വിളിച്ച്, ശംഖ് വിളിച്ച് ഭൂതഗണങ്ങൾ പിന്നാലെ. സതീദേവി യാഗശാലയിലേക്കെത്തി. സഹോദരിമാരും അമ്മയും സഖിമാരും ഒക്കെ സതിയെ കണ്ട് ഓടി വന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് വരികയാണ്. എന്തൊക്കെ വിശേഷങ്ങളാണ് അവർക്ക് ചോദിക്കാനും അറിയാനും ഉള്ളത്. പക്ഷെ ഇവരുടെ ചോദ്യങ്ങളൊന്നും സതീദേവി ചെവിക്കൊണ്ടില്ല. യാഗശാലയിലേക്ക് നടന്നു കയറി. സതീദേവിക്ക് അറിയണം, പരമശിവൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണോ? അച്ഛൻ ഈ യാഗം നടത്തുന്നത് ശിവനെ അനാദരിക്കാനാണെന്നാണ് ശിവൻ പറഞ്ഞത്. അതറിഞ്ഞിട്ടും മതി സ്വീകരണങ്ങളൊക്കെ. യാഗശാലയിലേക്ക് കടന്നു ചെന്നു. യാഗശാല മുഴുവനൊന്ന് നിരീക്ഷിച്ചു. ബ്രഹ്മാവിനുള്ള പീഠം ഒരുക്കിയിട്ടിട്ടുണ്ട്. മഹാവിഷ്ണുവിനുള്ള പീഠവും തയ്യാറാണ്. തൊട്ടടുത്തൊരു പീഠം ഉണ്ടാവണം പരമശിവന്, അതവിടെയില്ല. മഹാദേവൻ പറഞ്ഞത് സത്യമാണ് എന്ന് സതിക്ക് ബോധ്യപ്പെട്ടു. ആ സദസ്സിൽ നിന്നുകൊണ്ട് സതീദേവിയുടെ ഒരു വലിയ പ്രഭാഷണവാവിൻ. പിന്നെ ശിവനാമത്തിൻ്റെ മഹത്വം, ശിവന്റെ മാഹാത്മ്യം സതീദേവി അവിടെ കൂടിയവരോടും ദക്ഷനോടും പറയുന്നു. ഈ യാഗം തടയണം. ശിവനിന്ദയാണിവിടെ നടത്തുന്നത്. ഇത് സർവനാശത്തിന് കാരണമാവും. ഏതൊരു ദേവന്റെ നാമം അറിയാതെ ഉച്ചരിച്ചാല് സകല പാപങ്ങളും നശിക്കുവോ? ആ നാമത്തിൻ്റെ ഈശ്വരനെയല്ലേ നിങ്ങൾ അപമാനിക്കുന്നത്? മഹാദേവന്റെ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് പഞ്ചാക്ഷരി. ഓം നമഃ ശിവായ. ഇവിടെ സതി പറഞ്ഞു 5 അക്ഷരങ്ങൾ വേണ്ട. യദ്യക്ഷരം നാമഗിരേരിതം നൃണാം സകൽ പ്രസംഗാദഘമാശുഹന്തി തത് പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതര. ശിവാ ശിവാ ശിവ എന്ന 2 അക്ഷരം ജപിച്ചാൽ അവന്റെ സകല പാപങ്ങളെയും മാറ്റുന്ന ദേവനല്ലേ. ഇങ്ങനെ നിന്ദിക്കുന്നത് ശരിയാണോ? ആരെങ്കിലും ഈ ദക്ഷനെ ഒന്ന് തടയൂ.
ഒരാൾ പോലും പ്രതികരിച്ചില്ല. ദക്ഷനെ ഭയന്നിട്ടോ എന്തോ. സതി പറഞ്ഞതും കാര്യമാണ്. മഹാദേവനെ അപമാനിക്കുന്ന ഈ യാഗത്തിൽ ഞാൻ പങ്കെടുക്കില്ല. ഇങ്ങനെ പറയാനുള്ളൊരാർജവം ഒരാൾ പോലും അവിടെ കാണിച്ചില്ല. ദക്ഷൻ തല കുനിച്ചിരിക്കുന്നു. ചില മഹർഷിമാരൊക്കെ സതിയെ പരിഹസിക്കുന്നു. ഇതെല്ലാം കണ്ടതോടെ സതീദേവിക്ക് സങ്കടം സഹിച്ചില്ല. സതി ചിന്തിച്ചു, സ്നേഹം കൂടുമ്പോഴൊക്കെ മഹാദേവൻ എന്നെ സംബോധന ചെയ്യുന്നത് ദാക്ഷായണി എന്നാണല്ലോ. സതി എന്നല്ല വിളിക്കാറപ്പോ. ദാക്ഷായണി, ദക്ഷനിൽ നിന്ന് ജന്മമെടുത്തവളെ. ഇത്രയും കാലം ദാക്ഷായണി എന്ന വിളി കേൾക്കുമ്പോ സതീദേവിക്ക് അഭിമാനവാ മനസ്സില്. ഇവിടുന്ന് അപമാനിതയായിട്ട് കൈലാസത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴോ എന്നെങ്കിലും മഹാദേവൻ ദാക്ഷായണി എന്ന് തന്നെ വിളിക്കാൻ ഇടവന്നാൽ ആ വിളി കേൾക്കുമ്പോൾ തനിക്ക് അഭിമാനമല്ല, അത് തന്നെ കളിയാക്കി പരിഹസിച്ചെന്നേ തോന്നൂ. ഈ പാപിയായ ദക്ഷനിൽ നിന്നുണ്ടായ ശരീരം ഇനി എന്തിനാ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്? വേഗം ശരീരം ശുദ്ധി വരുത്തി ഒരു പീതാംബര പട്ടുകൊണ്ട് ശരീരം മറച്ചു. ഉള്ളിൻ്റെ ഉള്ളിലെ യോഗാഗ്നിയെ ശരീരത്തിൽ വ്യാപിപ്പിച്ചു. കർപ്പൂരം കത്തുന്നതുപോലെ സതിയുടെ ശരീരം യാഗശാലയിൽ നിന്ന് കത്തി ദഹിക്കുന്നു. ദേവീഭാഗവതത്തിൽ പറയും, ഇതറിഞ്ഞ് പരമശിവൻ കോപിച്ചതും ദക്ഷനെയും ദക്ഷന്റെ യാഗത്തെയും നശിപ്പിക്കുന്നതും. കത്തിക്കരിഞ്ഞ സതീദേവിയുടെ ശരീരത്തോടു പോലും മഹാദേവന് പ്രേമം. ആ കത്തിക്കരിഞ്ഞ ശരീരവും ശിരസിലെടുത്തു വെച്ചു മഹാദേവൻ താണ്ഡവ നൃത്തം ചെയ്തു. ദേവന്മാര് ഭയപ്പെട്ടു, ലോകം നശിക്കും എന്നൊരവസ്ഥ. ഒടുവിൽ മഹാവിഷ്ണു തന്റെ വൈഷ്ണവ ചാപത്തിൽ നിന്നൊരു ശരമയച്ച് കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരം ഛിന്നഭിന്നമാക്കി. ആ ശരീരഭാഗം 108 കഷ്ണങ്ങളായി ഭൂമിയിൽ 108 സ്ഥലങ്ങളിൽ പതിച്ചു. അത് 108 ദേവീപീഠങ്ങളായിട്ട് മാറി എന്ന് പറയും. ഈ ഭൂമിയിൽ ദേവിയുടെ 108 പീഠങ്ങളായിട്ടത് മാറി. അവിടെയൊക്കെ മഹാദേവനും ഓരോ രൂപത്തില് സതീദേവിക്ക് ഒപ്പം മഹാദേവനും കുടികൊള്ളുന്നു എന്നുള്ളതാണ്. ഇവിടെ സതീദേവിക്ക് ദേഹനാശം വന്നു എന്നറിഞ്ഞ് മഹാദേവൻ താണ്ഡവ നൃത്തം ചെയ്തു. ജടയഴിച്ച് കൈലാസത്തിലടിച്ച് അനേകായിരം കൈകളും ആയുധങ്ങളും ഒക്കെ ആയിട്ടൊരവതാരം വീരഭദ്രപ്പെരുമാള്. ഭദ്രകാളി ദേവിയോടും ഭൂതഗണങ്ങളോടും കൂടി വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു ദക്ഷനെ നശിപ്പിക്കാൻ. മഹാദേവൻ ആജ്ഞ കൊടുക്കുന്നു. അങ്ങനെ വീരഭദ്രൻ ദക്ഷയാഗവേദിയിലെത്തി യാഗശാല ശുദ്ധമാക്കി. അവിടെ വന്നവരെയൊക്കെ വീരഭദ്രൻ ശിക്ഷിക്കുന്നു. ദക്ഷന്റെ ശിരസുടലിൽ നിന്ന് വേർപെടുത്തി അഗ്നിയിൽ ഹോമിച്ച് പെരുമ്പറ മുഴക്കുന്നു. ആരൊക്കെ ദേവി നിന്ദ ചെയ്തോ അവരെയൊക്കെ ശിക്ഷിച്ചു. പല്ലിളിച്ച് കാട്ടിയ പൂഷാവ് എന്നൊരു മഹർഷിയുണ്ട്. ശിവനാമത്തിന്റെ മഹത്വം ദേവി പറയുമ്പോ ദേവിയെ പല്ലിളിച്ച് കാണിച്ചെന്ന അവന്റെ പല്ലു മുഴുവൻ ഇടിച്ച് താഴെയിട്ടു വീരഭദ്രൻ. ഇനി ഒരാളെയും പല്ലിളിച്ച് കാണിക്കരുത്. കണ്ണുരുട്ടി ഭഗൻ കണ്ണു കുത്തി പൊട്ടിച്ചു വീരഭദ്ര പെരുമാള്. താടി തടവി മഹാദേവിയെ അപമാനിച്ചു ഭൃഗു. ആ ഭൃഗു മഹർഷിയുടെ താടിരോമങ്ങളൊക്കെ വലിച്ചു പറിച്ചെടുത്തു വീരഭദ്രൻ. ഈ ദക്ഷയാഗം നടന്നു എന്ന് സങ്കല്പിക്കുന്ന വിശ്വസിക്കുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ കേരളത്തില്, കണ്ണൂർ ജില്ലയില് കൊട്ടിയൂര്. ഇപ്പോൾ വളരെ പ്രാധാന്യമാണ്. ഇനി വലിയ താമസമില്ല, കൊട്ടിയൂര് മഹോത്സവം ആരംഭിക്കും. എത്രായിരം ലക്ഷം ആളുകൾ അവിടെ എത്തും.
അവിടെ പോകുന്ന ആളുകളൊക്കെ പോയി വരുമ്പം മറക്കാതൊരു സാധനം വാങ്ങിക്കൊണ്ടുവരും. ഓടപ്പൂവ്. ഇതിൻ്റെ സങ്കല്പമായിട്ട് പറയല്, വീരഭദ്രൻ പണ്ട് ദക്ഷയാഗം നശിപ്പിച്ച് ദക്ഷനെയും നിഗ്രഹിച്ച് തിരിച്ച് കൈലാസത്തിലേക്ക് പോരുമ്പോൾ ഈ ഭൃഗുമഹർഷിയുടെ വെളുത്ത താടിരോമങ്ങൾ കയ്യിലെടുത്ത് പിടിച്ചാണ് പോകുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ പോകുന്ന ആളുകൾ പോയി വരുമ്പോൾ ഓടപ്പൂവ് വീടുകളിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ മഹാദേവന്റെ കോപം, ശിവകോപം നിസാരമാണെന്ന് കാണിക്കാൻ പരിശ്രമിച്ച ദക്ഷൻ ഉടലു മാത്രം. ദേവന്മാർക്ക് വലിയ സങ്കടം. ദേവന്മാര് ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള പരമശിവനെ സ്തുതിക്കുന്നു. സതി നഷ്ടപ്പെട്ട കാലം മഹാദേവൻ സ്വീകരിച്ച രൂപമാണ് ദക്ഷിണാമൂർത്തി. ലിംഗം ച താപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം അംഗേന സന്ധ്യഭ്രരുജ ചന്ദ്രലേഖാം ജബിഭ്രദം ഉപവിഷ്ടം ദർഭമയ്യാം വൃസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സദാ കൃത്തോരൗ ദക്ഷിണേ സവ്യം പാദപത്മം ജജാനുനി ബാഹും പ്രകോഷ്ഠേ അക്ഷമാല ആസീനം തർക്കമുദ്രയാ. ദക്ഷിണാമൂർത്തിയുടെ രൂപവ. ഒരു താപസനെ പോലെ വേഷം ധരിച്ച ശിവൻ ഭസ്മവും രുദ്രാക്ഷവും ഒക്കെ ധരിച്ച് മഹർഷിമാർക്ക് മൗനത്തിലൂടെ ഉപദേശം കൊടുക്കുന്ന ആ ദക്ഷിണാമൂർത്തിയെ ദേവന്മാര് സ്തുതിച്ചു. മഹാദേവൻ നേരിട്ട് ദക്ഷയാഗശാലയിൽ എഴുന്നള്ളി വരുന്നു. അവിടെയുണ്ടായ കഷ്ടതകളൊക്കെ മഹാദേവൻ തന്നെ പരിഹരിക്കുന്നു. അംഗഭംഗം വന്നവർക്ക് പുതിയ അവയവങ്ങൾ കൊടുത്തു. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ട ജീവനെ മൃത്യുഞ്ജയൻ വീണ്ടെടുത്തു കൊടുത്തു. ഇതൊക്കെ മഹാദേവന് കഴിയും. മരിച്ച ആളിലേക്ക് നഷ്ടപ്പെട്ട ജീവനെ വീണ്ടെടുത്തു കൊടുക്കാൻ മൃത്യുഞ്ജയന് നിസാരവ. മഹാദേവനൊരു പേരുണ്ട്, മൃഢൻ. മൃഢൻ എന്ന വാക്കിനർത്ഥം ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന. സംഹാരം മാത്രമല്ല, ലോകത്തിൻ്റെ രക്ഷയും തന്നെ കൊണ്ട് കഴിയും എന്ന് കാട്ടിക്കൊടുത്തു മഹാദേവൻ. ദക്ഷന്റെ ഉടലിനോടുകൂടി കറുത്ത ആടിൻ്റെ ശിരസ് ചേർത്തുവച്ചു. ഉറക്കത്തിൽ നിന്നെന്ന പോലെ ദക്ഷൻ എഴുന്നേറ്റു. ചെയ്തുപോയ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞു. മഹാദേവന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു, സ്തുതിച്ചു. ആടിൻ്റെ തലയോടുകൂടിയവനായ ദക്ഷന്റെ ശിവസ്തുതി ഇന്നും മഹാശിവക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോയാൽ കേൾക്കാം. ഏറ്റുമാനൂരും വൈക്കത്തും കടുത്തുരുത്തിയിലും മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയി നോക്കിക്കൊള്ളൂ. പ്രധാന ധാരയ്ക്കും അർച്ചനയ്ക്കും ഒക്കെ എടുക്കുന്നത് ശ്രീരുദ്രം എന്നൊരു മന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ ഒടുവിലൊരു ഭാഗമുണ്ട്, ചമകം. സാധാരണ മന്ത്രം പോലല്ല. ഓം ശംജമേ, ഓം മയശ്ചമേ, ഓം യശശ്ചമേ, ഓം ഭദ്രം ജമേ, ഓം ഭഗശ്ചമേ, പ്രിയം ജമേ, കവശ്ചമേ, ഓം വാചശ്ചമേ, ഓം പ്രയതശ്ചമേ. എല്ലാ മന്ത്രത്തിൻ്റെയും അവസാനം മേ മേ മേ. ഒരാട് കരഞ്ഞാൽ എങ്ങനാണോ അതുപോലൊരു മന്ത്രവ. അത് ഈ ദക്ഷന്റെ ശിവസ്തുതിയാണെന്ന് പറയും. മഹാദേവൻ സംപ്രീതനായി ലക്ഷയാഗം പുനരാരംഭിച്ചു. എല്ലാ ദേവന്മാർക്കും ഹവിർഭാഗം കൊടുത്തു. മഹാവിഷ്ണുവിനുള്ള ഹവിർഭാഗം. അഗ്നിയിലേക്ക് മന്ത്രപുരസ്സരം ദക്ഷൻ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്നവിടെ ഒരു ചിറകടി ശബ്ദം വേദമന്ത്രധ്വനികളായിട്ട് കേട്ടു. എല്ലാവരും നോക്കുമ്പോൾ
ശ്യാമോ ഹിരണ്യരശനുർക്ക കിരീടജുഷ്ടോ നീലാളകഭ്രമരമണ്ഡിത കുണ്ടലാസ്യാം കമ്പബ്ജചക്രശരചാപഗദാസി ചർമ്മ വ്യഗ്രേർഹിരൺമയഭുജൈരിവ കർണികാര. അതിസുന്ദരമായ രൂപത്തില് മഹാവിഷ്ണു യാഗശാലയിലേക്ക് ഇറങ്ങി വരുന്നു. അവിടെ കൂടിയ എല്ലാവരും മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നു. ബ്രഹ്മാവ്, ദക്ഷൻ, പരമശിവൻ, ഇന്ദ്രൻ, അഗ്നി, വായു, വരുണൻ, സകലരും. മഹാവിഷ്ണു സംപ്രീതനായി ദക്ഷൻ ഉപദേശം കൊടുത്തു, അന്തർധാനം ചെയ്തു. അടുത്ത അധ്യായത്തിൽ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി സ്വയംവരവാണ്. 6 അധ്യായങ്ങളിലായിട്ടാണ് പാർവതി ദക്ഷയാഗം കഥ. എന്തിനു ഭാഗവതം പറഞ്ഞു? മഹാവിഷ്ണു ദക്ഷന് കൊടുത്ത ഉപദേശം നമുക്ക് തരാൻ വേണ്ടിയാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ പ്രജാപതിമാരുടെ അധ്യക്ഷനായ മഹാദേവിയെ മകളായി നേടിയെടുത്ത, മഹാദേവനെ മകളുടെ ഭർത്താവായി നേടിയെടുത്ത അത്രയും യോഗ്യനായ ദക്ഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നല്ല വെളുത്ത ശരീരം, മുകളിലൊരു കറുത്ത ആടിൻ്റെ തല. എത്ര വിരൂപം! ഈ ച്യുതി സംഭവിക്കാനുള്ള കാരണം പറഞ്ഞു കൊടുത്തു ഭഗവാൻ. ദക്ഷ, അങ്ങേക്ക് അധപ്പതനം വരാൻ കാരണം ഞാൻ എന്ന ഭാവമാണ്. നമ്മളോടും ഭാഗവതം എന്ന് പറയുന്നു. ദക്ഷയാഗം ഏതോ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച കഥയായിട്ട് കേൾക്കരുത്. ഈ ദക്ഷൻ എവിടെ ജീവിച്ചു എന്നൊന്നും നമ്മൾ അന്വേഷിച്ചു പോവേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് ദക്ഷയാഗം എന്ന് ചിന്തിച്ച് വേണം ഈ കഥ നമ്മൾ അറിയാൻ. ഞാനെന്ന ഭാവം ആരുടെ മനസ്സിലുണ്ടാവുന്നോ അതവരുടെ നാശത്തിന് കാരണമാണ്. ഹരിനാമ കീർത്തനത്തിൽ വളരെ ഭംഗിയായിട്ട് എഴുത്തച്ഛൻ പാടി, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ. ഭാഗവതവും രാമായണവും ദക്ഷയാഗം കഥയും ഒക്കെ പറഞ്ഞ ആ വലിയ തത്വം എത്ര നിസ്സാരമായിട്ട് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞു തന്നു. ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. ഒന്നിൻ്റെ പേരിലും ഞാൻ എന്ന ഭാവം, ഗർവ്, അഹങ്കാരം ഉണ്ടാവരുതേ. സമ്പത്തു കൂടിയതോ സന്താനങ്ങളുടെ പേരിലോ വലിയ പദവി കിട്ടിയതുകൊണ്ടോ ഒന്നിൻ്റെ പേരിലും ഞാനെന്ന ഭാവം നല്ലതല്ല. അത് നാശത്തിൻ്റെ തുടക്കമാണ്. ഞാനെന്ന ഭാവം ജീവിതത്തിൽ എന്നാവാം? അഖിലം ഞാൻ. അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും ശങ്കരാചാര്യരും വിവേകാനന്ദ സ്വാമിയും ശ്രീരാമകൃഷ്ണ പരമഹംസരും ഒക്കെ എത്തിയൊരു തലവില്ലേ, എല്ലാം ഈശ്വരൻ എന്ന തിരിച്ചറിയല് ആ കാലഘട്ടത്തിലാവാം ഞാനെന്ന ഭാവം. അല്ലെങ്കിൽ ഇത് നാശമാണ്. ദേവന്മാരിൽ വ്യത്യസ്ത ഭാവം പാടില്ല. വിഷ്ണു നല്ലത്, ശിവൻ മോശം, മഹാദേവി നല്ലത്. ഇങ്ങനെ വ്യത്യസ്ത ഭാവം ഈശ്വരനിലുണ്ടാവരുത്. സനാതനധർമ്മത്തിൻ്റെ വലിയ മഹത്വമാണ്. 33 കോടി ദേവന്മാര് നമുക്കുണ്ട് എന്നാണല്ലേ സങ്കല്പം. ഏകദേശമായിട്ട് നമുക്കുള്ള ഈശ്വരന്മാരുടെ കണക്കാ. ദേവന്മാര് തന്നെ 33 കോടി, അത്രയും തന്നെ ദേവിമാരും നമുക്കുണ്ട്. പക്ഷെ ഈ 33 കോടി ദേവന്മാരെന്ന് പറയുമ്പോഴും വേദം പറഞ്ഞു ഇതൊരു ഈശ്വരന്റെ, ഒരു പരബ്രഹ്മത്തിൻ്റെ ചൈതന്യമാണ്. നമ്മൾ കല്ലിനെ പൂജിക്കുന്നവരാണ്, മണ്ണിനെ പൂജിക്കുന്നവരാണ്, മരത്തിനെ പൂജിക്കും, പാമ്പിനെ പൂജിക്കും എന്നൊക്കെ പലരും പറഞ്ഞ് പരിഹസിക്കും.
ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തല കുനിക്കേണ്ട. അത് ഈ ധർമ്മത്തിൻ്റെ മഹത്വമാണ്. എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കാനുള്ള കഴിവ് നമ്മുടെ ദർശനം മുന്നോട്ട് വയ്ക്കുന്നതാ. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരൻ്റെ ചൈതന്യം. ആ ഈശ്വരൻ്റെ ചൈതന്യം എന്നിലും ഉണ്ടെന്ന തിരിച്ചറിവ് വന്നാൽ അത് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായി. ഇവിടെ മഹാവിഷ്ണു ദക്ഷന് പറഞ്ഞു കൊടുത്തു, ദേവന്മാരിൽ വ്യത്യസ്ത ഭാവം പാടില്ല ദക്ഷ. ഒരു ശരീരത്തിൽ അവയവങ്ങൾക്ക് തുല്യമായ പ്രാധാന്യം നമ്മൾ കൊടുക്കും പോലെ വേണം. ഇപ്പം ഈ നാട്ടിലെ സജ്ജനങ്ങൾക്ക് മാറാടിക്കാവിലമ്മ എല്ലാവർക്കും വലിയ വിശ്വാസമാണ്, പ്രാർത്ഥിച്ചാൽ ഉടനെ ഫലമാണ്. എന്നാൽ മറ്റൊരിടത്തെ ദേവിയെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് അത്ര പോരാ, ചിലപ്പോൾ പറയാറില്ലേ, അവിടെ പോയാൽ ഫലം കിട്ടാൻ താമസിക്കും, ഇവിടാണെങ്കിൽ ഫലം പെട്ടെന്ന് കിട്ടും. ദേവന്മാരിൽ വ്യത്യസ്ത ഭാവം വേണ്ട. ദക്ഷൻ അനുഗ്രഹം കൊടുത്തു. ദക്ഷയാഗവും കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞ് താരകാസുരൻ എന്നൊരസുരൻ ജന്മമെടുത്തു. ശിവന് പത്നിയില്ല, പുത്രനില്ല എന്നറിഞ്ഞ അഹങ്കാരിയായി താരകൻ ഒരു വരവും വാങ്ങി. ശിവപുത്രനെ കൊണ്ടേ മരണം സംഭവിക്കാവൂ. അഹങ്കാരിയായ താരകൻ ത്രിലോകങ്ങളും കീഴടക്കിയ കാലത്ത് താരകാസുരവധത്തിന് ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് മഹാദേവി വീണ്ടും അവതരിച്ചു. പർവ്വതരാജൻ ഹിമവാന്റെ പുത്രിയായതുകൊണ്ട് പാർവതി ദേവിക്ക് പേരുണ്ടായി. ഹിമാലയത്തിൽ നിന്ന് ജന്മമെടുത്തവൾ ഹൈമവതി, ശൈലജ. ദേവിക്ക് അനവധി നാമം. തപസ്സു ചെയ്തു ഭഗവാനെ. തപസ്സു ചെയ്യുന്ന മഹാദേവനെ പരിചരിച്ചു. പാർവതീദേവിയുടെ കഠിന തപസ് കണ്ട് ഹിമവാന് പോലും സങ്കടം. അരുത് എന്നർത്ഥത്തിൽ ഉമാ എന്ന് വിളിച്ചെന്ന അരുത് മകളെ എന്നർത്ഥത്തിൽ ഉമാദേവി എന്ന പേര്. ഇല മാത്രം ഭക്ഷിച്ച് ദേവി തപസ്സു ചെയ്തു. അപർണ എന്ന പേര്. ശിവന് ഭക്ഷണം കൊടുത്ത് അന്നപൂർണയായിട്ട് ദേവി മാറി. ഇങ്ങനെ മഹാദേവി മഹാദേവന്റെ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ച് ശിവന്റെ പത്നീപദത്തിലെത്തുന്നു.